വീട്ടില് വെറുതെ ഇരുന്നപ്പോ ഒരു പസില് കണ്ടു. അപ്പൊ അതൊന്ന് ചെയ്യാനൊരു പൂതി. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് വന്നിട്ടുണ്ട്. ആ പിക്ചർ ഞാൻ നിങ്ങളെ നേരെ കാണിക്കാത്തതാണ്. ചെയ്തിട്ടാകുമ്പോ കണ്ടാൽ പോരെ, അതിലല്ലേ ഒരു ത്രില്ലുള്ളൂ. അങ്ങനെ വലിയ കാര്യായി പസിലെല്ലാം പൊട്ടിച്ചിട്ട് തുടങ്ങിയതാ. പക്ഷേ അപ്പോഴാണ് എനിക്കിതിന്റെ പിന്നിലുള്ള ചതി മനസ്സിലായത്. ഇത് ബാക്ക്ഗ്രൗണ്ടെല്ലാം ഏകദേശം സെയിം തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായി എന്താ ചെയ്യണ്ടേന്ന്. പിന്നെ ഫേസ് കണ്ട് ഫേസ് എനിക്ക് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഫേസും ഡ്രസ്സിന്റെ ഇവിടെ വരെയും എനിക്ക് അത്ര പ്രോബ്ലം ഉണ്ടായിട്ടാ. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ അതിലൊരു നെയിം ഉണ്ടായിരുന്നു, അത് കണ്ടുപിടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു ഭാഗം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കാണുന്നത് തൊപ്പിയുടെ ഒരു പീസ് മുകളിലേക്കായി വെച്ചിട്ട് അതിനെ ഞാൻ തേടിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ അത് കിട്ടില്ലെന്നായപ്പോഴാണ് ഞാൻ ബാക്കിയുള്ള പണിക്ക് പോയത്. പിന്നീടാണ് എനിക്കത് കത്തിയത്. അത് ഞാൻ മുകളിലേക്കായി വെച്ചിട്ടാണെന്ന്. അങ്ങനെ ഞാൻ അതൊന്ന് ശരിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് മാച്ചിങ് എന്ന് തോന്നുന്നത് നോക്കി നോക്കി വെച്ചെടുക്കുന്നതാണ്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്നായി എന്ന് വിചാരിക്കും. പക്ഷേ സത്യം എന്തെന്നാൽ ഇത് ഞാൻ നല്ല സമയമെടുത്ത് തന്നെ ചെയ്തതാ. ഞാൻ എടുത്ത സമയം എനിക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നല്ല പാങ്ങല സ്പീഡാക്കി തന്നെ ഇട്ടതേ ഉള്ളൂ. ഇത് ചെയ്യാനിരുന്നാൽ സമയം പോകുന്നത് അറിയുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു 1-2 മണിക്കൂർ പോയി കിട്ടും. എന്നാലും രസമുണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്യാന്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ഒന്ന് കണ്ടു നോക്കി അഭിപ്രായം പറയണേ. ഇന്നലെ കുറച്ച് തിരക്കിൽ പെട്ടോണ്ടാണ് വീഡിയോ ഇല്ലാതിരുന്നത്. ഇന്നാണെങ്കിൽ എനിക്ക് സുഖമില്ല. അതുകൊണ്ടാണ് ഈ പസിലിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ പോർഷൻ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാലൊന്നും ശരിയാവാത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് കുറച്ച് സമയം എടുത്ത് തന്നെ ഇരുന്നിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ അഡ്ജസ്റ്റ് ആക്കി വെക്കുന്നത്. എല്ലായിടത്തും ഒരേ കളറായതുകൊണ്ട് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇതെങ്ങനെ എവിടെയായിരുന്നു. പിന്നെ ഇതിനൊരു റെഫറൻസ് പിക്ചർ ഉണ്ടായിരുന്നു, അത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിട്ടാ. പിന്നെ ഞാനത് നോക്കുന്നത് നിർത്തി. എന്നിട്ടൊരു ഊഹത്തില് പസില് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായത്. അങ്ങനെ പസിൽ ഓൾമോസ്റ്റ് കഴിയാനായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന്റെ ഒരു പീസ് എങ്ങനെയോ മിസ്സായി. ഞാൻ വെച്ചെടുത്തൊന്നും അത് നോക്കിയിട്ട് കാണുന്നുണ്ടായിട്ടാ. പിന്നെന്ത് ചെയ്യാനാ, ആ പീസില്ലാതെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇത് വലിയ കണ്ടന്റ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. താങ്ക് യു.